Hello everyone, welcome to CC. Here I am Nisha, Life Science faculty ആണ്. ഇന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. Question is, which one of the following reaction of glycolysis is considered the committed step of glucose metabolism? So നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഗ്ലൈക്കോളൈസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ക്വസ്റ്റ്യൻസിന്റെ കോർ പോയിന്റ് എന്ന് പറയുന്നത് ചോദ്യം കമ്മിറ്റഡ് സ്റ്റെപ്പ് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇനി ഓപ്ഷൻ നോക്കുക. കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോസ് 6-phosphate, fructose 6-phosphate to fructose 1,6-bisphosphate, 1,3-bisphosphoglycerate to 3-phosphoglycerate, and fourth option is phosphoenol pyruvate to pyruvate. ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന 4 സ്റ്റെപ്പുകളും ആക്ച്വലി ഗ്ലൈക്കോളിസിസിൽ തന്നെ ഉൾപ്പെടുന്നതാണോ എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഉൾപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒഴിവാക്കാം. ഇനി ഇതിൽ തന്നെ ഉൾപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നിട്ടുള്ള കൃത്യമായിട്ട് കമ്മിറ്റഡ് സ്റ്റെപ്പ് ഏതാണെന്നുള്ളതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് ഗ്ലൈക്കോളിസിസിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കൺവേർഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു പൈറുവേറ്റ് ആണ് നമ്മുടെ ഗ്ലൈക്കോളൈസിസ് എന്ന് പറയുന്ന പ്രോസസ് അല്ലേ. ഇനി ഇതിൽ ഏകദേശം എത്ര സ്റ്റെപ്സ് ഇൻവോൾവ് ആണ്? നമുക്കറിയാം 10 സ്റ്റെപ്സ് ഇൻവോൾവ് ആണ് ഗ്ലൈക്കോളൈസിസിൽ. ഇനി ഈ 10 സ്റ്റെപ്സിൽ ഏത് സ്റ്റെപ്പാണ് കമ്മിറ്റഡ് സ്റ്റെപ്പ്? അതായത് വൺസ് ആ സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് പ്രോസസ്സും നടക്കും എന്ന് ഉറപ്പ് വരുന്ന ഒരു സ്റ്റെപ്പ് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇതിൽ ഈ 10 സ്റ്റെപ്പിൽ ഇവിടെ നിങ്ങൾ നോക്കുക, കൺവേർഷൻ ഓഫ് ഫ്രക്ടോസ് ടു ഫ്രക്ടോസ് 1,6-bisphosphate. ഈ ഒരു സ്റ്റെപ്പാണ് ഗ്ലൈക്കോളിസിസിലെ ഈ 10 സ്റ്റെപ്പിൽ ഈ കമ്മിറ്റഡ് സ്റ്റെപ്പ് എന്നറിയപ്പെടുന്ന ഒരു സ്റ്റെപ്പ്. ദാറ്റ് മീൻസ് വൺസ് ഈ ഫ്രക്ടോസ് 1,6-bisphosphate ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും എന്ന് ഉറപ്പ് തരുന്ന അല്ലെങ്കിൽ ഉറപ്പുള്ള ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് ഫ്രക്ടോസ് 1,6-bisphosphate ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സിംപ്ലി നമ്മുടെ ആൻസറിൽ എത്തി. ഈ പറഞ്ഞ എല്ലാ സ്റ്റെപ്പും നമ്മുടെ ഗ്ലൈക്കോളിസിസിൽ വരുന്നതാണ്. അതിൽ കമ്മിറ്റഡ് സ്റ്റെപ്പ് എന്ന് പറയുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രക്ടോസ് 6-phosphate ടു ഫ്രക്ടോസ് 1,6-bisphosphate ആണ്. ഇനി നമ്മൾ ആൻസറിൽ എത്തി. ഇനി ഇതുമായിട്ട് അസോസിയേറ്റ് നമുക്ക് കുറച്ച് പോയിന്റ്സും കൂടെ പറയാനായിട്ടുണ്ട്. നോക്കിക്കേ, ഈ ഒരു കൺവേർഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഈ ഒരു സ്റ്റെപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ ഈ ആരോ മാർക്ക് ഒന്ന് നോക്കുക. ഈ ആരോ മാർക്ക് എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിലാണ് കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പ്രോസസ്സ് എങ്ങനെ മാത്രമേ നടക്കുള്ളൂ? ഒരു ഡയറക്ഷനിലോട്ട് മാത്രമേ നടക്കുള്ളൂ. അതായത് നമ്മുടെ എൻസൈമിന് ഏത് എൻസൈമാണ്? ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ് 1. സോ ഈ എൻസൈമിന്റെ പ്രത്യേകത ഇതിന് ഒരു ഡയറക്ഷനിൽ മാത്രമേ കാറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഫ്രക്ടോസ് 6-phosphate ഫ്രക്ടോസ് 1,6-bisphosphate ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. റിവേഴ്സ് നടക്കൂല. അപ്പൊ നമ്മളിവിടെ നമ്മുടെ ആൻസറുമായിട്ട് കണക്ട് ചെയ്ത് ഒരു പോയിന്റ് പറഞ്ഞു. നമ്മുടെ സ്റ്റെപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഈ കമ്മിറ്റഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ സ്റ്റെപ്പാണ്. ഇനി ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഈ 10 സ്റ്റെപ്പിൽ വേറെ ഏതൊക്കെ സ്റ്റെപ്പാണ് ഇങ്ങനെ റിവേഴ്സിബിൾ സ്റ്റെപ്പായിട്ട് ആക്ട് ചെയ്യുന്നുള്ള കാര്യം നോക്കാം. നിങ്ങളിവിടെ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കേ, കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോസ് 6-phosphate. ഇനി ഈ ഒരു റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന നമ്മുടെ എൻസൈം എന്ന് പറയുന്നത് ഹെക്സോകൈനേസ് അതല്ലെങ്കിൽ ഗ്ലൂക്കോകൈനേസ് എൻസൈം ആണ് ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത്. ഇനി ഈ സ്റ്റെപ്പും എങ്ങനത്തെ സ്റ്റെപ്പാണ്? ഒരു ഇറിവേഴ്സിബിൾ സ്റ്റെപ്പാണ്. സോ നമ്മളിവിടെ 2 സ്റ്റെപ്പ് പറഞ്ഞു. ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പ്, അതായത് നമ്മുടെ ഗ്ലൈക്കോളിസിസിന്റെ ഫൈനൽ സ്റ്റെപ്പ് ആയിട്ടുള്ള കൺവേർഷൻ ഓഫ് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ടു പൈറുവേറ്റ്, അതാണ് നമ്മുടെ തേർഡ് അല്ലെങ്കിൽ ലാസ്റ്റ് ഇറിവേഴ്സിബിൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഗ്ലൈക്കോളൈസിസിൽ നമ്മൾ സ്റ്റെപ്പ് മാത്രം പഠിച്ചാൽ പോരാ, ഏതൊക്കെ സ്റ്റെപ്പുകളാണ് ഇറിവേഴ്സിബിൾ സ്റ്റെപ്പ് എന്നുകൂടെ അറിഞ്ഞിരിക്കണം. തിരിച്ചു നടക്കാൻ സാധ്യതയില്ലാത്ത സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പൊ 3 ഇറിവേഴ്സിബിൾ സ്റ്റെപ്പാണുള്ളത്. ഇനി ഈ 3 ഇറിവേഴ്സിബിൾ സ്റ്റെപ്സിന്റെയും പ്രത്യേകത എന്താണ്? അപ്പൊ അത് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇത് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ഏതാണെന്ന് നോക്കണം. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോസ് 6-phosphate കൺവേർട്ട് ചെയ്യുന്ന എൻസൈമാണ് ഹെക്സോകൈനേസ്. ആൻഡ് സെക്കൻഡ് ഇറിവേഴ്സിബിൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫോസ്ഫോഫ്രക്ടോകൈനേസ്. ആൻഡ് തേർഡ് ഇറിവേഴ്സിബിൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൈറുവേറ്റ് കൈനേസ്. ഇങ്ങനെ ഈ 3 എൻസൈമുകളാണ് ഇറിവേഴ്സിബിൾ സ്റ്റെപ്പ് നടത്തുന്ന അല്ലെങ്കിൽ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കൂടെ അസോസിയേറ്റഡ് നമുക്ക് ഒരു പോയിന്റും കൂടെ പറയാനുണ്ട്. ഈ ഹോൾ ഗ്ലൈക്കോളിറ്റിക് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്ന എൻസൈമുകളാണ് ഈ 3 എൻസൈം എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലൈക്കോളിസിസിന്റെ സ്റ്റെപ്സ് മാത്രം അറിഞ്ഞാൽ പോരാ, അതിന്റെ റെഗുലേഷൻ പാർട്ട് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ റെഗുലേഷൻ പാർട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ആ റെഗുലേഷൻ അല്ലെങ്കിൽ ഈ ഗ്ലൈക്കോളിസിസ് ഹോൾ പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇറിവേഴ്സിബിൾ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഈ 3 എൻസൈമുകൾ, ഇപ്പൊ 3 എൻസൈം റെഗുലേറ്ററി പ്രോസസ്സിൽ ഇൻവോൾവ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ 3 എൻസൈമുകളിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈം എന്ന് പറയുന്നത്
നമ്മുടെ ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ് 1 ആണ്. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെഗുലേറ്ററി എൻസൈം ഓഫ് ഗ്ലൈക്കോളൈസിസ് എന്ന് പറയുന്നത് ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ് 1. Why means it catalyzes the committed step of glycolysis. ഇപ്പൊ നമ്മൾ ആദ്യത്തെ പോയിന്റിലോട്ട് എത്തി, നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് എത്തി. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കമ്മിറ്റഡ് സ്റ്റെപ്പ് ഓഫ് ഗ്ലൈക്കോളിസിസ് ആയിരുന്നു നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് നമ്മൾ അതിനെ കമ്മിറ്റഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വൺസ് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഒരിക്കലും അവിടെ വെച്ച് സ്റ്റോപ്പ് ആവാനുള്ള യാതൊരു ചാൻസസും ഇല്ല. ഇനി ആ സ്റ്റെപ്പ് ക്യാരി ഔട്ട് ചെയ്യുന്ന എൻസൈം ഏതാണെന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ് 1. ഇനി ഇത് കൂടാതെ മറ്റ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസും കൂടെയാണ് ഈ ഹോൾ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഗ്ലൈക്കോളിസിസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ദ 10 steps ആൻഡ് ദ 10 enzymes. ഇനി ഈ സ്റ്റെപ്സിൽ ഏതൊക്കെയാണ് ഇറിവേഴ്സിബിൾ സ്റ്റെപ്സ്, ഈ ഇറിവേഴ്സിബിൾ സ്റ്റെപ്സ് ക്യാരി ഔട്ട് ചെയ്യുന്ന എൻസൈംസ് ഏതൊക്കെയാണ്, ആ എൻസൈംസിന്റെ പ്രത്യേകത എന്താണ്. ഇനി ഈ കമ്മിറ്റഡ് സ്റ്റെപ്പ് ക്യാരി ഔട്ട് ചെയ്യുന്ന ഈ എൻസൈമിനെയാണ് നമ്മൾ പേസ് മേക്കർ ഓഫ് ഗ്ലൈക്കോളൈസിസ് എന്നുകൂടെ പറയുന്നത്. അപ്പൊ അങ്ങനെയും നമുക്കൊരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ എന്തുകൊണ്ട് പേസ് മേക്കർ പറയുന്നു എന്നുള്ളതിന്റെ കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ് 1 ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെഗുലേറ്ററി എൻസൈം വിച്ച് കാറ്റലൈസ് ദ കമ്മിറ്റഡ് സ്റ്റെപ്പ് ഓഫ് ഗ്ലൈക്കോളൈസിസ്. ഇനി ഈ 3 എൻസൈമും എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് അതും കൂടെ നമുക്ക് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പൊ ആദ്യം നമ്മുടെ ഫസ്റ്റ് എൻസൈം ഹെക്സോകൈനേസ് എന്ന് പറയുന്ന എൻസൈം എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പൊ നിങ്ങൾ പ്രൊഡക്റ്റ് ഇൻഹിബിഷൻ എന്നുള്ളൊരു ടേം കേട്ടിട്ടുണ്ടാവണം. പ്രൊഡക്റ്റ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത് ഏതാണോ പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് മൂലം ഇൻഹിബിറ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ പ്രൊഡക്റ്റ് ഇൻഹിബിഷൻ എന്ന് പറയാം. സോ നമ്മുടെ ഫസ്റ്റ് എൻസൈം ഹെക്സോകൈനേസ് എന്ന് പറയുന്നത് ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് കൊണ്ട് ഇൻഹിബിറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പ്രൊഡക്റ്റ് ഇൻഹിബിഷൻ. ആൻഡ് അങ്ങനെയാണ് ഈ പറഞ്ഞ ഹെക്സോകൈനേസ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് എൻസൈം, നമ്മുടെ ഇമ്പോർട്ടൻറ്റ് എൻസൈം എന്ന് നമ്മൾ പറഞ്ഞ ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ് 1 എങ്ങനെയാണ് ഈ പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം സപ്പോസ് നമ്മുടെ സെല്ലിൽ ATP കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഗ്ലൈക്കോളിസിസ് പ്രോസസ് നടക്കേണ്ട ആവശ്യമില്ല. സോ നമ്മുടെ എൻസൈം ഇൻഹിബിറ്റഡ് ആവും. ഇനി അതല്ല, എനർജി ഇല്ല, AMP എന്നുള്ളൊരു കണ്ടീഷനിലാണ് നമ്മുടെ സെല്ലുള്ളതെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ് 1 ആക്ടിവേറ്റഡ് ആവും, കൺവേർഷൻ നടക്കും, പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യും, ATP പ്രൊഡക്ഷൻ നടക്കും, സെല്ല് പ്രോപ്പർലി വർക്ക് ചെയ്യും. ഇനി നമ്മുടെ തേർഡ് എൻസൈം ആയിട്ടുള്ള പൈറുവേറ്റ് കൈനേസ് എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് നോക്കിക്കേ. എഗെയിൻ ATP കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻസൈം ഇൻഹിബിറ്റഡ് ആവും, AMP കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കൈനേസ് ആക്ടിവേറ്റഡ് ആവും, പ്രൊസീജിയർ നടക്കും. അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഒരൊറ്റ ടോപ്പിക് ഗ്ലൈക്കോളൈസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് ഇപ്പം നമ്മൾ എത്രമാത്രം പോയിന്റ്സുകളാണ് ഡിസ്കസ് ചെയ്തത്. 1, നമ്മൾ സ്റ്റെപ്സ് അറിഞ്ഞിരിക്കണം. 2, എൻസൈംസ് അറിഞ്ഞിരിക്കണം. 3, ഈ ഹോൾ പ്രോസസ്സ് എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. 4, ടോട്ടൽ എനർജി പ്രൊഡക്ഷൻ, ഈ പറഞ്ഞ ഗ്ലൈക്കോളിസിസിൽ അല്ലെങ്കിൽ 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ഓക്സിഡൈസ് ചെയ്യപ്പെടുമ്പോൾ എത്ര എനർജി ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സോ നമുക്ക് എനർജി പ്രൊഡക്ഷൻ അറിഞ്ഞിരിക്കണം. ഇനി ഇൻഹിബിറ്റേഴ്സ്, ഈ ഒരു പ്രോസസ്സിനെ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന മോളിക്യൂൾസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ പല ആസ്പെക്റ്റിൽ വേണം നമ്മളൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. അപ്പം ഒരു ടോപ്പിക്ക് പഠിക്കുമ്പം ഏതൊക്കെ ആസ്പെക്റ്റിൽ പഠിക്കണം എന്നുള്ളതാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തത്. അതിൽ 1-2 മാത്രമേ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് നമുക്കൊരു ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനായി ഈ കാണുന്ന നമ്പർ 8086881144 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൂടാതെ എക്സാമിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റിനായിട്ടും POQ ചെയ്ത് നോക്കാനായിട്ടും നമുക്കൊരു ഫ്രീ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പം നിലവിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.